നമസ്കാരം. സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ എത്തുമ്പോൾ ആദ്യ സീസണെ കടത്തിവെട്ടുന്ന ആരാധക കൂട്ടായ്മകൾ നമ്മൾ കാണുകയാണ്. ഗാലറി മുഴുവൻ നിറയുകയാണ്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന്, കേരള ഫുട്ബോളിന് സൂപ്പർ ലീഗ് കേരള സമ്മാനിക്കുകയാണ്. നമ്മളിന്ന് വിശദമായി സൂപ്പർ ലീഗ് കേരളയുടെ വിജയകരമായുള്ള മുന്നോട്ട് പോക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എനിക്കൊപ്പം ശ്രീ ഷൈജു ദാമോദരൻ, കമൻറ്റേറ്റർ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഷൈജു ഏട്ടൻ, ശ്രീ ദിലീപ് പ്രേമചന്ദ്രൻ സാർ, മാധ്യമപ്രവർത്തകൻ. സ്പോർട്സ് അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പേരുകളും നമ്മളിങ്ങനെ സ്ഥിരമായി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് പേരുകളാണ്. ഓക്കെ, നമുക്ക് മുഖവരയില്ലാതെ തുടങ്ങാം. ഷൈജോട്ട, സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ എത്തുമ്പോൾ കമൻട്രി ബോക്സിൽ താങ്കളുണ്ട്. കേരളത്തിലെ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു സ്വപ്നം കണ്ടാണ് സൂപ്പർ ലീഗ് തുടങ്ങുന്നത്. അത് ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു നല്ല മുഹൂർത്തം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും സൂപ്പർ ലീഗ് കേരള ഏത് കോൺസെപ്റ്റോടു കൂടിയാണ് സൂപ്പർ ലീഗ് കേരള ആവിഷ്കരിച്ചത്, അതിൻ്റെ ആ വിജയം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്കുള്ള സൂപ്പർ ലീഗ് കേരളയുടെ പ്രയാണം വളരെ ഭംഗിയായി രണ്ടാം സീസണിലും തുടരുന്നു എന്ന് തന്നെ നമുക്ക് മുഖവുരയായി പറഞ്ഞു വെക്കാം. അത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ആദ്യ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാം സീസണിൽ ഇപ്പം ആരാധകരെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് സൂപ്പർ ലീഗ് കേരളയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, സൂപ്പർ ലീഗ് കേരള കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലെ ഫുട്ബോൾ ഫ്രട്ടേണിറ്റിക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ അറ്റ്മോസ്ഫിയറിലേക്ക്, അത് പറയുമ്പോൾ ആദ്യ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുക്ക് അറ്റ് ദ പ്ലേയേഴ്സ് ഹു ആർ പ്ലേയിങ് സൂപ്പർ ലീഗ് കേരള സീസൺ 2. റോയ് കൃഷ്ണ, അത് ISL വൺ ഓഫ് ദ ബിഗ് നെയിംസ് ആയിരുന്നു. ഓസ്ട്രേലിയൻ ലീഗും ന്യൂസിലൻഡ് ലീഗും ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ്. ഫിജി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ്. റോയ് കൃഷ്ണ മുതലിങ്ങ് പിടിച്ചോളൂ. ഏറ്റവും ഒടുവിൽ മലപ്പുറം സൈൻ ചെയ്തിരിക്കുന്ന ഇഷാൻ പണ്ഡിതയുടെ പേരിലാണ് ISL ഏറ്റവും കൂടുതൽ സൂപ്പർ സബ് ഗോൾസ് റെക്കോർഡ് സ്റ്റിൽ. അപ്പം അത്രയും ഹൈ പ്രൊഫൈൽ നെയിംസ് വരുന്നു. ലെൻഡുങ്കൽ ISL കഴിഞ്ഞ 11 സീസണും പല ടീമുകൾ കളിച്ചിട്ടുള്ള പ്ലെയറാണ് ലെൻഡുങ്കൽ. ഈസ് പ്ലേയിങ് ഫോർ കാലിക്കറ്റ് FC. സോ റോയ് കൃഷ്ണ, ഇഷാൻ പണ്ഡിറ്റ്, ദെൻ ലെനി റോഡ്രിഗസ്. തൃശ്ശൂർ മാജിക്കിനെ ഈ സീസണിൽ ഏറ്റവും മാജിക്കലായി മുന്നേറാൻ സഹായിക്കുന്ന മിഡ്ഫീൽഡർ ആരാന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് ലെനി റോഡ്രിഗസ്. FC ഗോവയ്ക്കും ബാംഗ്ലൂരിനും കൊൽക്കത്ത ടീംസിനും ഉൾപ്പെടെ ഏറ്റവും FC പൂനെ സിറ്റി ഉൾപ്പെടെ ISL തുടക്കം മുതൽ കളിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ. സോ ഇങ്ങനത്തെ ഇന്ത്യൻ ഫുട്ബോളിൽ ISL ഹൈ പ്രൊഫൈൽ പേരുകാരൊക്കെ കേരള ഫുട്ബോളിലേക്കും സൂപ്പർ ലീഗ് കേരളയിലേക്കും വളരെ താല്പര്യത്തോടെ നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, സൂപ്പർ ലീഗ് കേരളയ്ക്ക് വന്നിട്ടുള്ള വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ മാറ്റം. രണ്ടാമത്തെ സംഗതിയാണ് ഇപ്പോൾ മഹേഷ് ഓൾറെഡി പറഞ്ഞു വെച്ചു. ആദ്യ സീസണിൽ നിന്നും സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ കേരളത്തിലിപ്പം ഫ്രാഞ്ചൈസികൾ 6 കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം, തൃശ്ശൂർ, കൊച്ചി, ട്രിവാൻഡ്രം. പക്ഷേ നിങ്ങൾ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിൽ പോയിക്കോളൂ, നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോകൂ, കൂടരഞ്ഞി ചെല്ലൂ, അല്ലെങ്കിൽ തൊട്ടിൽപ്പാലത്ത് ചെല്ലൂ, നിങ്ങൾ മലപ്പുറത്തെ ഏതെങ്കിലും ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ചെല്ലൂ, നിങ്ങൾ താനൂരോ, തിരൂരോ, വണ്ടൂരോ, നിലമ്പൂരോ, കാളികാവിലോ ചെല്ലൂ, ഇവിടെയൊക്കെ പീപ്പിൾ, യങ്സ്റ്റേഴ്സ് ടോക്കിംഗ് അബൌട്ട് സൂപ്പർ ലീഗ് കേരള. അതാണ് സൂപ്പർ ലീഗ് കേരളയുടെ വിജയം. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും, ഓരോ പട്ടണങ്ങളിലുള്ള ഓരോ ഗ്രാമങ്ങളിലേക്കും, ഓരോ വില്ലേജുകളിലേക്കും കേരള ഫുട്ബോളിനെ കുറിച്ചുള്ള ആ ഒരു ആവേശം, കേരള ഫുട്ബോളിൻ്റെ ആ ഒരു എന്തൂസിയാസം ഇല്ലേ, അത് കുറച്ചും കൂടെ കത്തിച്ച് ആവേശഭരിതമാക്കാൻ സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിൽ ഏറ്റവും ഗംഭീരമായി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സൂപ്പർ ലീഗ് കേരള എങ്ങനെ വളരുന്നു എന്ന ചോദ്യത്തിൻ്റെ രണ്ടാം ഘട്ട ഉത്തരം. യെസ്, ഓക്കെ. ദിലീപ് സാർ, ശ്രീ ഷൈജോട്ടൻ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളുടെ അവിടെയുള്ള കളി ആരാധകരുടെ മനസ്സിലേക്ക് ഇഞ്ചിഞ്ചായി സൂപ്പർ ലീഗ് എത്തുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു രസകരമായ സന്തോഷം നൽകുന്നൊരു കാഴ്ച, ബൈക്കിന് പോവുകയാണ്. ആ സമയത്ത് ബസ് സ്റ്റോപ്പിനകത്ത് 3 കുട്ടികൾ നിൽക്കുന്നു. ആ 3 കുട്ടികളും അന്ന് കളിയില്ല, കാലിക്കറ്റിൻ്റെ ജേഴ്സി ഇട്ട 3 കുട്ടികൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു സിംറ്റമാണ് ശരിക്കും, നമുക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ സൂപ്പർ ലീഗ് കേരളത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്നത്? ക്ലബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അടിസ്ഥാനം ഒരു ഗ്രൗണ്ടാണ്. ഇപ്പം നമ്മൾ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻഫീൽഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫർഡ്, ബാഴ്സലോണ, ന്യൂ ക്യാമ്പ്, എല്ലാ ക്ലബിനും ഒരു ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഒരു സ്ഥലം. അത് നമ്മുടെ ഇത്രയും കാലം നമുക്ക് 60 കൊല്ലം അതിലപ്പുറം പാരമ്പര്യമുള്ളതാണ് കേരള ഫുട്ബോൾ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ കാലത്തിലൊന്നും ഇപ്പോൾ ഒരു കേരള പോലീസ് പണ്ടത്തെ ടീം എടുത്തു കഴിഞ്ഞാൽ കേരള പോലീസ് എവിടെയാണ് കളിച്ചിരുന്നത് ആർക്കും അറിയില്ല. പല ഗ്രൗണ്ടിലുമായിട്ട് അത് കേന്ദ്രീകരിച്ച് ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടില്ല. അപ്പോൾ അതൊരു എപ്പോഴും ഒരു പ്രശ്നമാണ്. ഈ ഒരു ലീഗ് സിസ്റ്റം വരുമ്പോൾ അതിൽ വരുന്ന ഒരു വലിയ മാറ്റം അതാണ്. ഇപ്പോൾ
ഒരു കാലിക്കറ്റ് FC ഫാനിന് കോർപ്പറേഷൻ സ്റ്റേഡിയം, മറ്റവർക്ക് പയ്യനാട്, അങ്ങനെ പല സ്റ്റേഡിയംസിലും ആൾക്കാർക്ക് ഞാൻ ഇന്ന ദിവസം ഇവിടെ പോയ എൻ്റെ ടീമോട് കളിക്കുന്നുണ്ടാവുമെന്ന് അറിയാം. അതൊരു വലിയ മാറ്റമാണ്. ഓക്കെ, നമ്മൾ സൂപ്പർ ലീഗിൻ്റെ വിജയകരമായ മുന്നോട്ടുള്ള പോക്കിനിടയിൽ 6 ടീമുകൾ, കട്ടക്ക് നിൽക്കുന്ന 6 ടീമുകൾ, കണ്ണൂർ വാരിയേഴ്സ്, കാലിക്കറ്റ് FC, മലപ്പുറം FC, തൃശ്ശൂർ മാജിക് FC, ഫോഴ്സ കൊച്ചി, തിരുവനന്തപുരം കൊമ്പൻസ്. അപ്പം ഫോഴ്സയ്ക്ക് മാത്രമാണ് ഒരു നിരാശയുള്ള സീസൺ ഇതുവരെ. ബാക്കി എല്ലാവരും മത്സരരംഗത്തുണ്ട്, ആരും പുറത്തോട്ട് പോയിട്ടില്ല. ഈ ടീമുകളുടെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെയൊന്ന് വിശകലനം ചെയ്യേണ്ടി വരും? അങ്ങ് വടക്കോട്ട് തെക്കോട്ട് തുടങ്ങാം. തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ഷോയിൽ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് സൂപ്പർ ലീഗ് കേരള ഇൻ ജനറൽ, ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് വി ഹാവ് ടു ലുക്ക് അറ്റ് ദ ടീംസ് ഇൻഡിവിജ്വലി. അതിങ്ങനെ നമ്മൾ നോക്കണം. സോ നമുക്ക് വടക്കുന്ന് പിടിക്കാം. കണ്ണൂർ വാരിയേഴ്സ് നല്ലൊരു ഇൻതൂസിയാസ്റ്റിക് മാനേജ്മെൻറ്റാണ്. ഞാൻ അവിടെ കണ്ട ഒരു ഒബ്സർവ് ചെയ്ത സംഗതി, ഈവൻ ടീമിൻ്റെ ചെയർമാൻ വരെ ടീം കളിക്കളത്തിൽ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഹീസ് ഗോയിങ് ടു ദ ഫീൽഡ്, ഹീസ് ഗോയിങ് ടു ദ ട്രെയിനിങ് ക്യാമ്പ് ആൻഡ് അഡ്രസ്സിങ് ദ പ്ലേയേഴ്സ് ഡയറക്ട്ലി. അതൊക്കെ വരുത്തുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ ടീമിനെ അബ്സല്യൂട്ട്ലി ഹസൻ കുഞ്ഞി ഹസൻ കുഞ്ഞി അപ്പോൾ അങ്ങനെ പോയി സംസാരിക്കുന്നു. ദെൻ ഡയറക്ടേഴ്സ് പോയി സംസാരിക്കുന്നു. സോ ദേ ആർ ഡയറക്ട്ലി ഇൻവോൾവിങ് ഇൻ ടു ദ മീൻസ് ടീമിൻ്റെ അങ്ങനെയൊക്കെ വരുന്ന അവരുടെ ഒരു ഇൻതൂസിയാസം നോക്കുക. പിന്നെ ഈ കണ്ണൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലൈക്ക് ഈ സെഡ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് ഒരു ഫുട്ബോൾ മാച്ച് വരുന്നത്. ലൈക്ക് നല്ല ഫ്ലഡ് ലൈറ്റിൽ, നല്ല അറ്റ്മോസ്ഫിയറിൽ, നല്ല ആംബിയൻസിൽ, നല്ലൊരു ഈവനിങ്, ഫുട്ബോൾ ഈവനിങ്. നമുക്ക് ലൈക്ക് വി സേ ഇവ പ്രീമിയർ ലീഗിൽ ഓൾ സാറ്റർഡേ ഈവനിങ്സ് എന്താ പറയുക, റിസർവ് ഫോർ പ്രീമിയർ ലീഗ്, അങ്ങനെയുള്ള പ്രീമിയർ ലീഗ് പറയുന്നത്. സാറ്റർഡേ ഈവനിങ് മീൻസ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രൈഡേ ഈവനിങ്സ്, നിങ്ങളുടെ സൺഡേ ഈവനിങ്സ് കം ടു ജവഹർ സ്റ്റേഡിയം, കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് വരിക ആൻഡ് എൻജോയ് ഗുഡ് ഫുട്ബോൾ. അത് കൊണ്ടുവരാനായിട്ട് സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിച്ചു, ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ടീം, നല്ല മാനേജ്മെൻറ്റ് ആൻഡ് വെരി ഇൻതൂസിയാസ്റ്റിക്. ആൻഡ് ഏറ്റവും എടുത്ത് പറയേണ്ടത്, അവർ ഈ അടുത്ത മാച്ചിന് ഗാലറി ടിക്കറ്റ് 100 രൂപയായിട്ട് കുറച്ചു. They reduced the gallery ticket price to 100 to അവരുടെ എനിക്ക് തോന്നുന്നു 149 199 ആയിരുന്നു. എങ്ങനെയാണ് വാട്ട് മാനേജ്മെന്റ് ക്യാൻ ഡു ഫോർ ദ ഫുട്ബോൾ. ഫാൻസിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? അവർ എല്ലാവർക്കും ഗാലറി ടോട്ടൽ, പിന്നെ ഫുൾ ഗാലറിയിലാണ് 2 കളി നടന്നത്. ദെൻ അവർക്ക് 2 ഉഗ്രൻ സൈനിങ്, നല്ല ഫോറിൻ ലാലിഗ കളിച്ച പ്ലെയേഴ്സാണ്, അഡ്രിയാൻ സാഡിനേറോ ആൻഡ് അസിയർ ഗോമസ്. സോ നമുക്ക് ആസ് എ ഹോൾ നോക്കി കഴിയുമ്പോൾ കണ്ണൂർ ഇങ്ങനെ ഒരു ടീമാണ്, ഇൻതൂസിയാസ്റ്റിക് എന്നാൽ ടെക്നിക്കലി ഗുഡ്. അവരുടെ സപ്പോർട്ട്, അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും ഗുഡ്. ദെൻ വി കം ടു കാലിക്കറ്റ്. ഞാൻ SLKയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മാനേജ്മെൻറ്റ് ടീം. കാരണം അവർക്കൊരു വിഷനുണ്ട്. ഇത് കാലിക്കറ്റ് FCയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ഫോർ SLK. SLKയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ വിഷൻ. ഐ നോ ഇറ്റ് പേഴ്സണലി. അത് ചെയർമാൻ VK മാത്യൂസിനോട് സംസാരിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും വളരെ പ്രൊഫഷണലി മാനേജ് ടീമാണ്. ലോങ് ടൈമിൽ അവർക്കൊരു ഡ്രീം ഉണ്ട്, ലോങ് ടേം ഡ്രീമാണ്. അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ കാലിക്കറ്റിലെ ഫുട്ബോൾ ഫാൻസിനും കാലിക്കറ്റിലെ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വലിയ ഒരു സെറ്റപ്പിലേക്ക് അവർ വരും, ഒരു തർക്കവുമില്ല. അവർ ദേ ആർ ഹാവിങ് ബിഗ് ഡ്രീംസ്. അവർ ചിലപ്പോൾ I League, ISL എന്നൊക്കെ പറഞ്ഞ് വലിയ, ബിക്കോസ് അവരുടെ കോൺസെപ്റ്റ് അതാണ്, അതായത് സസ്റ്റൈനബിൾ കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ആ സ്റ്റെപ്പ് പുറകിലേക്ക് വെക്കാൻ പറ്റരുത്, അത് മുമ്പിലേക്ക് തന്നെ പോകണം. അതുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിൽ വിശ്വസിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റമാണ് കാലിക്കറ്റ് FCയുടെ. ആൻഡ് നൗ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ ഓൾറെഡി കാലിക്കറ്റിൻ്റെ സിറ്റിയുടെ അകത്ത് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് അവർ നോക്കിക്കഴിഞ്ഞു. ഐ ഡോണ്ട് നോ അവർ ബൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവരിപ്പോൾ സ്വന്തമായിട്ട് കാലിക്കറ്റ് FC ഒരു ഓൺ ഗ്രൗണ്ടിൽ അവരുടെ സെറ്റപ്പിൽ ട്രെയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് പല ടീമുകൾക്കും, വലിയ ടീമുകൾക്ക് പോലും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊരു വലിയ സംഗതിയാണ്. ദെൻ ലുക്ക് അറ്റ് മലപ്പുറം, അനദർ ഇൻതൂസിയാസ്റ്റിക് മാനേജ്മെൻറ്റ്. അപ്പോൾ മലപ്പുറത്തിൻ്റെ സംഗതി നോക്കിയാൽ മാനേജ്മെൻറ്റ് കുറച്ച് പണിയെടുത്താൽ മതി, ബാക്കി ഫാൻസ് കൈയറിഞ്ഞോളൂ. അതാണ് മലപ്പുറത്തിന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈവൻ ബിഫോർ സ്റ്റാർട്ടിങ് ദ SLK ഫാൻസ് അങ്ങ് അവിടെ ഉത്സാഹം. ബിക്കോസ് മലപ്പുറത്തിൻ്റെ നമുക്കറിയാലോ മലപ്പുറത്തിൻ്റെ വികാരം, ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇമോഷൻ ഫോർ മലപ്പുറം വെൻ വി ടോക്ക് അബൌട്ട് ഫുട്ബോൾ. സോ അവർ 50 ബാക്കി 50 ഫാൻസ് ഉണ്ട്. പക്ഷേ അപ്പോഴും നോക്കുക, മലപ്പുറമാണ് ഈ സീസണിൽ ഏറ്റവും ബെസ്റ്റ് സൈനിങ് നടത്തിയിരിക്കുന്ന ടീം. അവർ റോയ് കൃഷ്ണയെ കൊണ്ടുവന്നു, ജോൺ കെന്നഡിയെ കാലിക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നു. അത് രണ്ടും ക്ലിക്ക് ചെയ്തു. കഴിഞ്ഞ കളി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ദേ ബ്രിങ് ഇഷാൻ പണ്ഡിത, അനദർ ISL പ്ലെയർ. സോ മലപ്പുറം ഈസ് ഗിവിങ് എ പ്രോപ്പർ മെസ്സേജ്. എന്താ മെസ്സേജ് കൊടുക്കുന്നത്? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടാതെ പോയ SLK കിരീടം ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയേ പറ്റൂ എന്നുള്ള സ്ട്രോങ് മെസ്സേജാണ് അവർ കൊടുക്കുന്നത് മലപ്പുറം FC. അതിൻ്റെയാണ് ഈ നല്ല ഇപ്പം ഗനീനെയും ഹക്കൂനെയും പോലത്തെ പ്ലെയേഴ്സ് അവർ കാലിക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. അവരുടെ ടീം ഇത് നോക്കുക. അത് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ വി ടോക്ക് അബൌട്ട് മാനേജ്മെൻറ്റ്സ്, പക്ഷേ ഇവിടെ മലപ്പുറത്തിൻ്റെ ടീമിനെ നോക്കുക, അവർക്ക് ഈ കപ്പ് കിട്ടിയേ പറ്റൂ എന്ന രീതിയിലാണ്. ആൻഡ് നൗ ലുക്ക് അറ്റ് തൃശ്ശൂർ. ഈ സീസണിലെ മാജിക് ശരിക്കും പറഞ്ഞാൽ ആരാണ്? തൃശ്ശൂർ മാജിക്.
കഴിഞ്ഞ സീസണിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ് ഇത്തവണ ടോപ്പിൽ നിൽക്കുന്നത്. സോ കഴിഞ്ഞ റൗണ്ട് 6ാം റൗണ്ടോ 7ാം റൗണ്ടോ ഇപ്പോൾ കഴിഞ്ഞു, 6 റൗണ്ട് കഴിഞ്ഞു, തൃശ്ശൂർ ടോപ്പിൽ നിൽക്കുന്നു. ഇതിൻ്റെ സൂചന എന്താ? ദേ ഓൾസോ അവരുടെ ടീമിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു. നല്ല മെയിൽസിനെ പോലത്തെ നല്ല ഫോറിൻ പ്ലേയേഴ്സ്, ഓഫ് കോഴ്സ് കോച്ചിനെ എടുത്ത് പറയണം. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം പറയുമ്പോൾ തൃശ്ശൂരിനെ ശരിക്കും SLK കൈയടിക്കേണ്ടതാണ്. കാരണം തൃശ്ശൂർ മാജിക്കിൻ്റെ ഒരു പ്ലെയറാണ് SLKയിൽ നിന്നും സ്ട്രെയിറ്റ് അവേ ഇൻ ടു ദ ഇന്ത്യൻ ടീം അണ്ടർ 20. ഇപ്പം നമ്മൾ ഈ ഷോ ഷൂട്ട് ചെയ്യുന്ന ഇപ്പോൾ അയാൾ തായ്ലൻഡിലാണ്. കമാലുദ്ദീൻ അണ്ടർ 23 തൃശ്ശൂർ മാജിക്കിന്റെ ഗോൾ കീപ്പർ. നൗ ഹീ സർവിങ് ഇന്ത്യ, ഡൂയിങ് ഡ്യൂട്ടി ഫോർ ഇന്ത്യൻ അണ്ടർ 23. സോ SLK എങ്ങനെ വിജയിക്കുന്നു, SLK എന്താണ് SLK കൊണ്ടുവന്ന കോൺസെപ്റ്റ്, അതിൽ ഏതൊക്കെ രീതിയിൽ ടീമുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബിഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ തൃശ്ശൂർ മാജിക് FC എന്ന് പറയേണ്ടി വരും. അതിലെ കോച്ചിന്റെ കാര്യമൊക്കെ പറയാം നമുക്ക്. എല്ലാവരും ഉണ്ട്, ജെർണി ഷോ, പിന്നെ അതുപോലെ ജോപോളിന്റെ സാന്നിധ്യമുണ്ട്, ഹിസ് എക്സ്പീരിയൻസ്, അത് അബ്സല്യൂട്ട്ലി. പിന്നെ കൊമ്പൻസ് നോക്കുക, തിരുവനന്തപുരം കൊമ്പൻസ് ഇന്നലെ കൊച്ചിയിലെ കളി കഴിയുമ്പോൾ ദേ ബാക്ക് ഇൻ ടു ദ ഹണ്ട്. അവർ 3ാം സ്ഥാനത്ത് വന്നു. തിരുവനന്തപുരം കൊമ്പൻസ് അവർ കഴിഞ്ഞ 4 റൗണ്ടിൽ അവരെ അങ്ങ് റൈറ്റ് ഓഫ് ചെയ്യേണ്ട രീതിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 കളി ബാക്ക് ടു ബാക്ക് വിൻസ്. അവർ കണ്ണൂരും നല്ല റിസൾട്ട് വന്നു അവർക്ക്, പിന്നെ ഇപ്പോൾ എന്താ പറയുക കൊച്ചിയിലും നല്ലൊരു റിസൾട്ട് വന്നു. സോ 2 നല്ല വിൻസ് അവർക്ക് വന്നതോടെ അവർ സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവർ വേണമെങ്കിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന 4 ടീമുകൾക്കും സെമി ഫൈനൽ സ്പോട്ടിലേക്ക് ഇപ്പോൾ ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആരാ, നല്ലൊരു കണ്ടന്റർ ആരാ? ട്രിവാൻഡ്രം കൊമ്പൻസ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഓൾ ബ്രസീലിയൻ സ്ക്വാഡാണ്. അപ്പോൾ അതിൻ്റെ ബ്രസീലിയൻ ഫ്ലേവർ അവർക്കുണ്ട്. പാട്രിക് മോട്ട, പോളോ സിൽവ, റെനാൻ റൊച്ച, എല്ലാവരും, ഓട്ടമർ, എവരിബഡി ഫ്രം ബ്രസീൽ. അവരെ ജെയിംസ് മക്കലൂൺ എന്ന് പറഞ്ഞൊരു കോച്ച്, ഏഷ്യൻ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ കണ്ട പരിശീലകനാണ്. സോ കാം ആൻഡ് ക്വൈറ്റ്, പക്ഷേ വെരി ടാക്ടിക്കൽ അപ്രോച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കൊമ്പൻസ് ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് SLKയിൽ ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന ടീമാണ്. നമ്മൾ 5 ടീമിനെ കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷകൾ ഇല്ലാണ്ടായി പോയൊരു ടീമിനെ കുറിച്ച് കൂടെ പറയണം, വിച്ച് ഇസ് ഫോർസ കൊച്ചി. അവർ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നിർഭാഗ്യം എന്ന് പറയും. കാരണം അവരാണ് പരിക്ക് മാത്രമല്ല, വെൻ വി കമ്പയർ ഓൾ ദീസ് 6 ടീംസ് ഇൻ SLK റൈറ്റ് നൗ, അവരാണ് ഏറ്റവും ഒടുവിൽ സ്റ്റാർട്ട് ചെയ്ത ടീം. എന്ന് വെച്ചാൽ അവരുടെ പ്രീ സീസൺ പ്രിപ്പറേഷൻസ്, സൈനിങ്സ് ഒക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. അതിൻ്റെ ഒരു സെറ്റ് ബാക്ക് അവർ ഓൾറെഡി വന്നു. പിന്നെ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ മഹേഷ് പറഞ്ഞതുപോലെ 7 പ്ലേയേഴ്സാണ് ഇഞ്ചേർഡ് ആയിട്ട് ഔട്ട് ആയത്. അതിൽ 6 പേര് ഫസ്റ്റ് 11 പ്ലേയേഴ്സ് ഇൻക്ലൂഡിങ് ഓൾ 6 ഫോറിനേഴ്സ്. സോ അങ്ങനെ വന്നാൽ ഒരു ടീമിനെ എങ്ങനെയാണ് ബാധിക്കുക? സോ ഫോർസ കൊച്ചി സ്വാഭാവികമായിട്ട് ഒരുപാട് ഫാൻസ് ഉള്ള ടീമാണ്. ഫോർസ ക്രൂസ് അവരുടെ ഫാൻസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ കുറേ ഈ പറയുന്ന പോലെ നിർഭാഗ്യം കൊണ്ട് അവർക്ക് കുറേ പരിക്കിൻ്റെ കുറേ ഇഞ്ചുറിയൊക്കെ ഈ പ്രോബ്ലം പറ്റിയത് കാരണം അവരിപ്പോൾ ഒരു കളി പോലും ജയിക്കാതെയാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം പറഞ്ഞ് നിർത്തിക്കോട്ടെ, ഇന്നലെ ഞാൻ കൊച്ചി കളമശ്ശേരിയിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആ കല്യാണത്തിൽ ഭക്ഷണം കഴിച്ച് ഞാൻ വാഷ്റൂമിൽ കൈ ഇടുന്ന സമയത്ത് SLK ഒക്കെ കാണാറുണ്ട്. പിന്നെ ഫോർസ എല്ലാ കളിയും തോറ്റല്ലേ, കൊച്ചിക്കാരനാണ് സംസാരിക്കുന്നത്. സോ ഹീ ഈസ് വെരി വറീഡ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഓൺ ടീം. അതാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. അത് തോൽക്കുന്നതാണെങ്കിൽ പോലും ആൾക്കാർ എൻ്റെ ടീം കൊച്ചി, ഞാൻ കൊച്ചിക്കാരനാണ്. സോ ആ കോൺസെപ്റ്റും ആ കൾച്ചറും വളരട്ടെ. ആരൊക്കെ ജയിച്ചാലും തോറ്റാലും ഇറ്റ്സ് ഓൾ ഗുഡ് ഫോർ SLK. ജയം തോൽവി എന്നുള്ളതിന് ക്ലബ് ഫുട്ബോളിൽ ഒരു പ്രസക്തിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സണ്ടർലൻഡ് FC ഇപ്പോൾ പ്രീമിയർ ലീഗിലെത്തി. 3ാം ഡിവിഷനിൽ, ഇപ്പോൾ ലീഗ് 1 എന്ന് പറയുന്ന 3ാം ഡിവിഷനിൽ കളിക്കുമ്പോൾ വരെ 40,000-ലധികം കാണികൾ ചില കളിക്ക് പോയിട്ടുണ്ട്. 40,000-ലധികം. അതാണ് ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ. അവർക്ക് ജയിക്കും, ചിലപ്പോൾ തോൽക്കും, പക്ഷെ നമ്മുടെ ടീമാണ്, നമ്മുടെ പട്ടണത്തിൻ്റെ ടീമാണ്. അത് എന്ത് മഴയായാലും വെയിലായാലും ജയമായാലും തോൽവിയായാലും നമ്മൾ പോയി കാണും. ആ ഒരു ഐഡന്റിഫിക്കേഷൻ വരണം. ഓക്കെ, ദിലീപ് സാർ ഇടയ്ക്ക് ഞാൻ കാലിക്കറ്റ് ഗാലറിയിൽ സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കളി സൂപ്പർ ലീഗിന്റെ പുറകെ തന്നെ വിടാതെ ഉണ്ട്. അപ്പം ഈ 6 ടീമുകൾ, പല ടീമുകളുടെയും മത്സരം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഫാൻസിന് ഫേവററ്റ് ആയ ടീമുകളുണ്ടാവും, ടാക്റ്റിക്കലായിട്ട് കളിക്കുന്ന ടീമുകളുണ്ടാവും, കോച്ചിൻ്റെ തന്ത്രം വിജയിക്കുന്ന ടീമുകളുണ്ടാവും, കളിക്കാർ മാത്രം കളി ജയിപ്പിക്കുന്ന ടീമുകളുണ്ടാവും. നമുക്ക് എങ്ങനെ അതിനെ മൊത്തത്തിലൊന്ന് കണ്ട ഒരു ടീമുകളെ? എനിക്ക് ശരിക്കും ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യം ഈ ഫാൻസിൻ്റെ റിയാക്ഷനാണ്. ഇപ്പോൾ ജോക്സ്റ്റീൻ പണ്ട് സെൽറ്റിക്കിനെ കോച്ച് ചെയ്തിരുന്ന ജോക്സ്റ്റീൻ പറഞ്ഞു, ഫുട്ബോൾ വിത്തൗട്ട് ദ ഫാൻസ് ഇസ് നത്തിങ്. എത്ര പൈസ നിങ്ങൾ ചിലവാക്കിയാലും എത്ര കളിക്കാരെ വാങ്ങിയാലും ഈ കാണാൻ ആളില്ലെങ്കിൽ, ഇപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ ഇപ്പോൾ ഗോകുലം FCക്ക് ഐ ലീഗിൽ ആവറേജ് ക്രൗഡ് 3000-ൽ കുറവായിരുന്നു. ഇവിടെ ഞാൻ പോയ ഒറ്റ കളിക്കും ഒരു 12,000-ന് താഴെ ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കോട്, മലപ്പുറത്ത് ഞാൻ ഇതുവരെ ഒരു കളി കണ്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ, ഞാൻ കോഴിക്കോട് മലപ്പുറം മത്സരം നടന്നതിൻ്റെ ക്ലിപ്പ് ഞാൻ എൻ്റെ UK-യിലത്തെ ഒരു ഫ്രണ്ടിന്
അയച്ചു കൊടുത്തു. അവൻ ലോകത്തെ എല്ലാവരുടെയും മാച്ച് കവർ ചെയ്തിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. അവൻ പറഞ്ഞു ദിസ് റിമൈൻഡ്സ് മീ ഓഫ് ദി ഇറ്റേർണൽ ഡാബി ബെൽഗ്രേഡിൽ. അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പ്രത്യേകിച്ച് അവസാന നിമിഷങ്ങളിൽ മലപ്പുറം 2 ഗോൾ അടിച്ചപ്പോൾ ആ സെലിബ്രേഷൻസ് അവൻ പറഞ്ഞു ശരിക്കും ഇത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതാണ് നമുക്ക് കാണേണ്ടത്. അതാണ് ഫുട്ബോൾ ഇസ് ദാറ്റ്. അതില്ലാതെ ഒന്നുമില്ല ശരിക്കും. യെസ്, അതാണ് ആ വാക്കിനെ കുറിച്ച് നമുക്ക് പറയാതെ. മലപ്പുറത്ത് ഇപ്പം ദിലീപ് സാറ് പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണലി നമ്മളെ സൂപ്പർ ലീഗിനെ, കേരള ഫുട്ബോളിനെ, ഇന്ത്യൻ ഫുട്ബോളിനെ ഒക്കെ ബ്രാൻഡ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഷൈജുവിന്റെ സൗണ്ട് നമ്മൾ എവിടെയാണെന്ന് അറിയാവോ? നമ്മൾ മഞ്ചേരിയിലാണ്, നമ്മൾ മലപ്പുറത്താണ്, നമ്മുടെ കേരളത്തിലാണ്. ഇദ്ദേഹം പറഞ്ഞതിന്റെ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ സംഗതിയാണ്. ലോകമേ നിങ്ങളിത് കാണൂ, ഇത് കേരളത്തിലാണ്, മഞ്ചേരിയിലാണ്. അല്ല ഇതിപ്പോ ആൾക്കാരില്ലാതെ ഇപ്പൊ ISL കഴിഞ്ഞു വരുന്നത്, ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ്, അത് വേറെ പ്രശ്നങ്ങൾ, മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവരുടെ ആവറേജ് ടേൺ ഔട്ട് 42% താഴ്ന്നിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസൺ. നേരെ തിരിച്ചാ വേണ്ട. ഇപ്പൊ സൂപ്പർ ലീഗിലൊക്കെ ഇപ്പൊ ഈ സീസൺ നമ്മൾ കാണുന്നത് കഴിഞ്ഞ സീസണിൽ അധികം കാണികൾ. അതാണ് അങ്ങനത്തെ ഒരു പ്രോഗ്രസ് ആണ് നമുക്ക് കാണേണ്ടത്. അല്ലാതെ എല്ലാ ക്ലബിന്റെയും 30% താഴെ, 40% താഴെ, അതല്ല കാണേണ്ടത്. ഞാൻ കോഴിക്കോടിനൊക്കെ വനിതാ വിങ് വരെ ഉണ്ട്. ആരാധക ബീക്കൺസ് വളരെ ഇതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റേഡിയങ്ങളെ കുറിച്ച് കൂടി ഒന്ന് നമ്മൾ പറഞ്ഞു പോകണം. കണ്ണൂർ ജവഹർ സ്റ്റേഡിയം, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം, മലപ്പുറം പയ്യനാട് സ്റ്റേഡിയം, തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം തന്നെ, മഹാരാജാസ് ആണ് എറണാകുളത്തുള്ളത്, കൊമ്പൻസിൻ്റെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ് നമ്മൾ. പക്ഷേ അതിൽ സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി തൃശ്ശൂരിനെയാണ് കേട്ടോ ഷൈജോട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ തലേന്ന് രാത്രി വരെ ഉറങ്ങാതെ നിന്ന് അധ്വാനിച്ച് സൂപ്പർ ലീഗിൻ്റെ ആളുകളും തൃശ്ശൂരുകാരിലെ ആളുകളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്കിവിടെ ഒരു മത്സരം വേണമെന്നുള്ള വാശിയിൽ ആ ഗ്രൗണ്ട് നിർമ്മിച്ചെടുക്കുകയും അതിന് ടർഫ് വിരിക്കുകയും കളി നടക്കുമ്പം അതിൻ്റെ പുറകിൽ സന്തോഷം കൊണ്ട് ഓടി നടക്കുകയാണ് സംഘാടകർ. കേരളത്തിലെ 6 മൈതാനങ്ങൾ എവിടെയാണ് ഷൈജോട്ടൻ എവിടെയാണ് ഏറ്റവും സ്പെഷ്യൽ ആവുന്നത്? അതിനകത്ത് ഒരു മൈതാനത്തെക്കുറിച്ച് സ്പെഷ്യൽ എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ആരുടെയും ഈക്വലായിട്ടാണ് കാണുക. കാരണം ഞാനൊരു പാൻ കേരള ലെവലിലാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. കാരണം SLK കേരള ഫുട്ബോളിനെയാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. SLKയിൽ കളിക്കുന്ന ഒരു പ്ലെയർ കേരള ഫുട്ബോളിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കാര്യങ്ങളെ കണ്ടിട്ടുള്ളത്. എന്ത് കാര്യം വിവരിക്കുമ്പോഴും നമ്മളൊരു കേരള ഫുട്ബോളിൻ്റെ ഒരു വോയിസ് അല്ലെങ്കിൽ കേരള ഫുട്ബോളിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് ദിസ്. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞാൽ കറക്റ്റാണ്. അവിടെ നമ്മൾ കേരള ഫുട്ബോൾ അസോസിയേഷനും SLKയുടെ ഗവേണിംഗ് ബോഡിക്കും ലോക്കൽ ടീം തൃശ്ശൂരിൻ്റെ ടീമായിട്ടുള്ള തൃശ്ശൂർ മാജിക്കിനും അവിടുത്തെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷനും അതിൻ്റെ പുറകിൽ വേർപ്പൊഴുക്കിയ എല്ലാവർക്കും കൈയ്യടി കൊടുക്കണം. കാരണം വിത്ത് ഒരു ബിഫോർ 24 hours അപ്പോഴും അവിടെ കാര്യങ്ങൾ ഏകദേശ ദിശയിലായിരുന്നില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി ആ 7:30 മണിക്ക് കളി കിക്ക് ഓഫ് ചെയ്യുമ്പോൾ എവറിത്തിങ് സെറ്റ് ആൻഡ് അതും ഒരു ഭയങ്കര തൃശ്ശൂർ പൂരത്തിൻ്റെ മൂഡിൽ തന്നെ. സോ അതുകൊണ്ട് SLK ഭംഗിയായി നടത്തുന്നതിൽ തീർച്ചയായിട്ടും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പങ്ക് ചെറുതല്ല. SLKയുടെ ഗവേണിംഗ് ബോഡിയുടെ സംഘം ആരൊക്കെ ഇതിൻ്റെ പുറകിൽ അത് ചിന്താപരമായിട്ടും ശാരീരികമായിട്ടും മാനുഷികമായിട്ടും അല്ലാതെയും ഒക്കെ മാനുവലി ഓർ നോൺ മാനുവലി എന്തൊക്കെയാണെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ചങ്ങലയിലെ കണ്ണികൾ ഇങ്ങനെ കോർത്ത് വെച്ച്. പിന്നെ ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്, ഇതൊരു പുതിയ എൻറ്റിറ്റിയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ പരാധീനതകളും അതിനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ആ ഒരു സാധനം കൺസിഡർ ചെയ്ത് തന്നെയാണ് ഇതിന് മാർക്കിടേണ്ടത്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ സ്റ്റേഡിയം, ജവഹർ സ്റ്റേഡിയം പോയി കാണണം. മഹേഷ് ജവഹർ സ്റ്റേഡിയം ഫുൾ അവർ പെയിൻറ്റ് ചെയ്തു. അവിടെ വെറുതെ നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മളൊരു പാർക്കിൻ്റെ അകത്ത് നിൽക്കുന്ന ഫീലാണ്. ലൈക്ക് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ഓരോ സ്റ്റേഡിയങ്ങൾ പാർക്ക് വെച്ചാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. കോർപ്പറേഷൻ സ്റ്റേഡിയം പെയിൻറ്റ് അടിക്കണമെന്നാണ് എൻ്റെ പക്ഷം കേട്ടോ, എൻ്റെ പേഴ്സണൽ പക്ഷം. അതും കൂടി അടിച്ചാൽ ഗംഭീരമായിരിക്കും. പയ്യനാട് സ്റ്റേഡിയം അവിടെ ചെന്ന് വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ തുള്ളിപ്പോവും പയ്യനാട് സ്റ്റേഡിയത്തിൽ. ആ ഗാലറിയിൽ ആൾ വേണ്ട, ആളുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇപ്പോൾ കോർപ്പറേഷൻ തൃശ്ശൂർ, കൊച്ചി മഹാരാജ് സ്റ്റേഡിയം കേരള ഫുട്ബോളിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ മണ്ണാണ്. നമ്മൾ ആ മണ്ണിൽ ചവിട്ടിയാൽ കേരള ഫുട്ബോളിൻ്റെ ഇങ്ങനെ തുടിപ്പിങ്ങനെ സ്പന്ദിക്കണം കാണാം. 92 കേരളം സന്തോഷ് ട്രോഫി ജയിച്ചു മഹാരാഷ്ട്രക്കെതിരായ ഫൈനൽ കാണാം. 73 കേരളം സന്തോഷ് ട്രോഫി റെയിൽവേസിനെ ആദ്യമായിട്ട് തോൽപ്പിക്കുന്ന ആ സാധനമൊക്കെ ഇങ്ങനെ ഡും 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 എന്ന് പറഞ്ഞ് ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം, തലസ്ഥാനം പോലീസ് സ്റ്റേഡിയം, ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് വെന്യൂ. കാരണം ഇങ്ങനെ ഒരു സിറ്റിയുടെ നടുക്കാണ്. ആ പാളയം പള്ളിയും, അതായത് ക്രിസ്തുദേവനും പാളയം പള്ളിയും അതേപോലെ
ഗണപതി കോവിലൊക്കെ നേർക്ക് നേർ നിൽക്കുകയാണ് പന്ത് കളി കണ്ട്. ഏറ്റവും ടോപ്പ് ക്ലാസ് ഇന്ത്യൻ മതേതരത്വം. ഫുട്ബോൾ ഈസ് ഫോർ ഓൾ. ഗാലറിയിൽ മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല. നമ്മളെല്ലാവരും പന്തുരുളുമ്പോൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശം. ആ വിഷ്വൽ നിങ്ങൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ താഴേക്ക് ഇറങ്ങി നിന്ന് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്ന് നേരെ ആ തെക്ക് കിഴക്കേ കോണിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണാം. വിച്ച് ഈസ് ദ ബെസ്റ്റ്. ഫുട്ബോൾ പറയാതെ പറയുകയാണ്, ഫുട്ബോൾ ഈസ് ഫോർ ഓൾ. ഓക്കെ, നമ്മൾ വെന്യൂ ഇപ്പം ഷൈജോടെ വളരെ വിശാലമായി തന്നെ അത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമ്മൾ പലപ്പോഴും പറയും നമുക്ക് വേണ്ടത്ര മൈതാനങ്ങളില്ല. പക്ഷെ ഉള്ള മൈതാനങ്ങളെ മിനുക്കിയെടുത്ത് നമ്മൾ തുടങ്ങിയൊരു കളിയാണ്. അല്ലെങ്കിൽ മിനുക്കി എടുക്കണമെങ്കിൽ ആള് വരണം. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ ആൾക്കാർ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസെൻറ്റീവ് ആയത് നന്നാക്കാൻ. മറ്റേതിപ്പോൾ ISL കഴിഞ്ഞ സീസൺ 4 ടീമിനൊറ്റ 2000 കുറവായിരുന്നു ആവറേജ് അറ്റൻഡൻസ്. അപ്പോൾ അതിപ്പോൾ ക്ലബ് ഉടമകളായാലും ഈ സ്റ്റേഡിയം ഓണേഴ്സ് ആയാലും അവർക്കത് നന്നാക്കാൻ ഒരു ഇൻസെൻറ്റീവും ഇല്ല. മറ്റേതിപ്പോൾ നമ്മളെപ്പോഴും EPL എല്ലാവരും കാണുന്നതാണ്. EPL ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ബേൺലി FC എല്ലാ മാച്ചും 20-21,000 ആൾക്കാർ. ആ പട്ടണത്തിൻ്റെ ആകെപ്പാടുള്ള പോപ്പുലേഷൻ 80,000. ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ 4-ൽ ഒരാൾ ഒരു കളി കാണാൻ എത്തുന്നു. അതെന്തുകൊണ്ട്? അവർക്ക് കാണാനുള്ള ഒരു അന്തരീക്ഷം അവരുടെ ടൗണിൻ്റെ ടീമാണ്. നമ്മളും അത് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ 30,000 ആൾ വരുന്നത് 50,000 ആളാവും ഉറപ്പായിട്ടും. അത് കുറച്ചും കൂടി ഒരു ഫെസിലിറ്റീസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഈ ഇപ്പം കോഴിക്കോട് കളി കാണാൻ വന്നിരുന്നല്ലോ. കോഴിക്കോട് കാണികളുടെ ഒരുത്തിനപ്പുറത്തേക്ക് പലപ്പോഴും തൊട്ടടുത്ത് ഇരുന്ന് കളി കാണാൻ പറ്റാത്തൊരു സങ്കടം നമുക്കുണ്ട് ഷൈജോട്ടാ. ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒരുപാട് കാണുകയും നേരിട്ട് പോയി ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ കളി തൊട്ടടുത്തിരുന്ന് കാണുമ്പോൾ അതിന് വല്ലാത്തൊരു ചന്തമുണ്ട്. ശരിക്കും അത്തരം സ്റ്റേഡിയങ്ങൾ കൂടി തുറവിയെടുക്കണം. പുതിയ ഗ്രൗണ്ടുകൾ പലതും ഈ മൾട്ടിപർപ്പസ് ഇതാക്കിയത് കാരണം ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു അത്ലറ്റിക്സ് ട്രാക്കിൻ്റെ ഒരു ഗ്യാപ്പ്. അപ്പം അത് പുറമെ പോയാലും പലരുടെയും കംപ്ലൈൻ്റ് അതാണ്. ആ ഗാലറി പണ്ട് ഇപ്പോൾ എമിറേറ്റ്സിലാണ് ഇപ്പോൾ ആർസണൽ കളിക്കുന്നത്. പണ്ടത്തെ പല ആർസണൽ ഫാൻസും പറയുന്ന ഹൈബറിയിൽ നമ്മൾ പിച്ചിലാണ് തോന്നുന്നത്. ഇപ്പൊ എമിറേറ്റ്സ് ആണ് കുറച്ചും കൂടി ബാക്കിലേക്ക് പോയി. അതിപ്പോ എപ്പോഴും അതൊരു പ്രോഗ്രസിന്റെ ഒരു കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. കുറേം കൂടി ആൾക്കാരെ സ്റ്റേഡിയത്തിൽ കയറ്റണം. അപ്പൊ അതനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ദൂരെയാവും. ഓക്കെ, എന്തായാലും അതും ഒരു പോയിന്റാണ്. ഒപ്പം നമ്മൾ സൂപ്പർ ലീഗ് നമുക്ക് എന്ത് തരുന്നു? നേരത്തെ ശ്രീ ഷൈജു ദാമോദരൻ കമാലുദ്ദീൻ്റെ പേര് പറഞ്ഞു. കേരളത്തിൻ്റെ Under-23 താരങ്ങളുടെ ഒരു മികച്ച പ്രകടനം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഓരോ ടീമിൽ നിന്ന് ഓരോ ആളുകളെ ഒന്ന് അടർത്തിയെടുത്ത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മുഹമ്മദ് സിനാനാണ് കണ്ണൂരിൽ നിന്ന്. ഒരു പക്ഷേ ആളുകളും നമ്മളൊക്കെ കാണുന്ന ഒരു സ്പാർക്കുള്ളൊരു പ്ലെയർ. ഷൈജോട്ട എത്രമാത്രം മനോഹരമായൊരു ക്രോസായിരുന്നു സിനാൻ്റെ ഒരു ഗോള് മൊത്തത്തിൽ ഇളക്കി മറിച്ചേ. സിനാനെ നമ്മളെങ്ങനെ കാണണം? അതിൽ Under-23 താരങ്ങൾക്ക് കളിച്ചു വളരാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് സൂപ്പർ ലീഗ് കേരളം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു മഹത്തായ ഫുട്ബോൾ വികസന ആശയം. ആ ആശയത്തിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മൾ സിനാൻ്റെ പേര് ഇപ്പോൾ ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും സിനാൻ കണ്ണൂർ വാരിയേഴ്സിന് ഇപ്പോൾ കളിക്കുന്ന Under-23 കാറ്റഗറിയിൽ പെടുന്ന താരങ്ങളിൽ ഏറ്റവും മിടുക്കനായ പ്ലെയറാണ്. ഓൾറെഡി ഒരു ഗോളും ഒരു അസിസ്റ്റും ഒക്കെ സിനാൻ നൽകി കഴിഞ്ഞു. സോ ഇറ്റ്സ് ഓൾറെഡി പ്രൂവ്ഡ്. ആ സിനാൻ മാത്രമല്ല, ഇനിയുണ്ട് കണ്ണൂരിൽ, ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടീമിനെ എടുത്ത് പറയാൻ മഹേഷ് പറഞ്ഞാൽ ഞാൻ ഓരോ ടീമിൻ്റെ ആളുകളെ പറയും. ഇപ്പം കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അർഷഫ് ഉണ്ട്. കഴിഞ്ഞ സീസണിലെ ഇപ്പോൾ എമർജിങ് പ്ലെയറാണ് അർഷഫിനെ പോലെ തന്നെയാണ് അച്സലും Under-23 ആണ്. അച്സൽ ഓൾറെഡി സീസണിലെ ഏക ഹാട്രിക്കിൻ്റെ ഉടമയാണ്. ഓൾറെഡി 4 ഗോൾ സ്കോർ ചെയ്തു. പിന്നെ മലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റിസ്വാനെ പോലത്തെ പ്ലേയേഴ്സ്, അഭിജിത്തിനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്, ജിതിൻ പ്രകാശ് ഉണ്ട്. Under-23 നല്ല ഡിഫൻഡറാണ് ജിതിൻ. തൃശ്ശൂരിലേക്ക് വന്നാൽ ഈവൻ നമ്മളിപ്പോൾ പറഞ്ഞ തൃശ്ശൂരിന് വേണ്ടി ഇഞ്ചുറി ടൈം ഗോളടിച്ച അഫ്സൽ, കൊച്ചിയിൽ ഗോളടിച്ച അഫ്സൽ, നവീൻ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഇടുക്കിക്കാരൻ ഉഗ്രം പ്ലെയർ, വിങ്ങിൽ കളിക്കുന്നത്, മൂന്നാറുകാരൻ, ദേവികുളം ആള്. പിന്നെ ഓഫ് കോഴ്സ് കമാലിന്റെ പേര് പറയാതെ എങ്ങനെയാ? കമാലുദ്ദീൻ Under-23 നമ്പർ 1 ഫോർ തൃശ്ശൂർ Under-23 ഗോൾ കീപ്പർ. കൊച്ചിയിലേക്ക് പോയാലും അവിടെ ഈ സൂപ്പർ ലീഗ് കേരള തന്നെ ഈ ടാർഗറ്റ് എന്താ പറയുക, ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഗെയിം ചേഞ്ചർ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത പ്ലെയർ എടുത്തിരുന്നു. സംഗീത് Under-23 കാറ്റഗറി. അപ്പോൾ 19 വയസ്സോ 18 വയസ്സായിട്ടുള്ളൂ. സോ സംഗീത് ആ കാറ്റഗറിയിൽ വരുന്ന പ്ലെയറാണ്. പിന്നെ മുർഷിദ് എന്ന് പറഞ്ഞൊരു ഗോൾ കീപ്പർ ഉണ്ട്.
കേട്ടോ. നല്ല പ്ലെയർ. yes. ആദ്യം ഒരു ചെറിയ സഭ ആദ്യത്തെ ഒരു ഡെബ്യൂവിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ മിടുക്കനാണ്, under-23 ആണ്, ഗോൾ കീപ്പറാണ്. ഈ കമാലിനെ പോലെയൊക്കെ വളരാൻ സാധ്യതയുള്ള പയ്യനാണ്. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പോയാൽ under-23 ഉള്ളൂ. മുഹമ്മദ് അഷർ, മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ജാസിം, ഓൾ under-23 ഒക്കെ മിടുക്കൻ പ്ലെയർ. അസർ അസിസ്റ്റ് കൊടുത്തു, ഷാഫി സ്പീഡാണ്, ജാസിം ഗോൾ അടിച്ചു കണ്ണൂരിനെതിരെ. സോ ഇവരെല്ലാവരും, ഇതാണ് എനിക്ക് പറയാനുള്ള ബഞ്ച് ഓഫ് under-23 പ്ലേയേഴ്സ്. ഇവരെല്ലാവരും നാളെ കേരളത്തിന് സന്തോഷ് ട്രോഫി ലെവലിലാണെങ്കിലും കുറച്ചും കൂടി മേലേക്ക് പോയാൽ നാഷണൽ ലെവലിലാണെങ്കിലും എല്ലാവരും മുതൽക്കൂട്ടാണ് മഹേഷ്. ഇവരെ എല്ലാവരെയും ഈ SLK ഏറ്റവും വലിയൊരു ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റുന്നത്, ഇന്ത്യൻ ഫുട്ബോളിന് under-20 അപ് ടു under-23 ലെവലിലേക്ക് പ്ലെയർ പൂൾ, നമ്മളതിനെ പ്ലെയർ പൂൾ എന്ന് വിളിക്കുകയാണെങ്കിൽ വി ആർ കോൺട്രിബ്യൂട്ടിങ്, വി ആർ ദ ബിഗസ്റ്റ് പ്ലെയർ പൂൾ ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് കേരളവും സൂപ്പർ ലീഗ് കേരളയും. നമ്മൾ ഞാൻ ഈ സിനാൻ്റെ പേര് പറയാൻ കാരണം ദിലീപ് സാർ, ഷൈജോട്ടാ, സിനാൻ്റെ നാട്ടിൽ അവിടുന്ന് ആദ്യം കളി നടന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങിന് പോയപ്പം സിനാൻ്റെ വാപ്പയെ കാണാൻ പോയി. കണ്ണൂരിലൊരു മാർക്കറ്റിൽ ചുമട്ട് തൊഴിലാളിയാണ്. അപ്പം വാപ്പയോട് ചോദിച്ചപ്പോഴാണ് വാപ്പ പറഞ്ഞത് സിനാൻ്റെ വേഗം ഉപ്പാപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാപ്പ എവിടെയെന്ന് ചോദിച്ചു. മാർക്കറ്റിൽ ഈ പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായ വിൽക്കുന്ന സുബൈർക്കാണ് ഉപ്പാപ്പ. സുബൈർഖാനി കണ്ടു, നല്ല അഭിമാനം തോന്നി കേട്ടോ. ആ രണ്ട് പേരെയും നമ്മൾ പറയാതെ പോരുതെന്ന് പറയാൻ കാരണം നമുക്കറിയാലോ ഷൈജേട്ടാ, ഒരു താരം വളർന്നു വരുന്നെങ്കിൽ അവന് സ്വപ്നം, ഡ്രീം അവൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ വേണം. ഈ രണ്ട് പേരാണ് സിനാൻ്റെ ബ്ലഡ്. അല്ല, ഇത് കുറച്ചും കൂടി മഹേഷ് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഉപ്പാപ്പ സുബൈർ പച്ചക്കായിൽ നിർത്തി. പച്ചക്കായും ബനാനയും ഹൈ പ്രോട്ടീൻ ഫുഡാണ്, മഗ്നീഷ്യം ഏറ്റവും കൂടുതലുള്ളതാണ്. നമ്മുടെ ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്ന് പറയുന്ന സംഗതി റിച്ച് മഗ്നീഷ്യം ഫുഡാണ്. അതേപോലെ പച്ചക്കായ ശരിക്കും കഴിച്ചാൽ വയറ്റിലെ അൾസർ വരെ പോകും എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. അൾസറിന് ഏറ്റവും ബെസ്റ്റാണ് പച്ചക്കായ വിഭവങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവൻ്റെ ഈ സിനാൻ്റെ ഫിസിക്കും അവൻ്റെ സ്ട്രെങ്ത്തും ഫിറ്റ്നസ്സും എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ഹിയർ. ഞാൻ പുള്ളി പറയാണ്, സുബൈർക്ക പറയാ, ഞാൻ അവനെ കളിക്കാൻ പോകുമ്പോൾ ചെറിയ കുട്ടിയായപ്പം കൈ പിടിച്ചുകൊണ്ട് പോകും. ഈ സുബൈർക്കായ്ക്ക് ഇതുപോലെ ഉണ്ട്, വിങ്ങിലൂടെ പറന്ന് കയറുന്നു. അവിടുത്തെ സെവൻസ് മൈതാനങ്ങളെ തെറിപ്പിച്ചതാരായിരുന്നു സുബൈർക്ക. ആ സ്പീഡ് സിനാന് കിട്ടിയിട്ടുണ്ട്. ആ സ്പീഡ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഗുഡ് പ്ലെയർ. ഇത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഇവിടെ പല ടീംസും ഉണ്ടായിരുന്നു കേരളത്തിൽ. പ്രീമിയർ ടയർസ്, FACT, കേരള പോലീസ്, അങ്ങനെ പല ടീംസും. ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 കൊല്ലത്തിൽ നമ്മുടെ പിള്ളേർ എവിടെ പോയി കളിക്കും, എവിടെ ടീമുണ്ട്? ഇപ്പം എപ്പോഴും നമ്മുടെ കംപ്ലൈൻറ്റ് കുട്ടികളില്ല, കളിക്കാരില്ല, ഫോർവേഡ്സ് ഇല്ല. ഫോർവേഡ്സ് ആകാശത്തു നിന്നും വീഴാൻ പോകുന്നില്ല, അവർക്ക് കളിക്കാനൊരു ടീം വേണം. ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിലത്തെ സ്ഥിരം ഒരു കംപ്ലൈൻറ്റ്, നമുക്ക് നമ്പർ 9 ഇല്ല, നല്ല സ്ട്രൈക്കർ ഇല്ല, നല്ല വിങ്ങർ ഇല്ല. എങ്ങനെ വരാനാ? അവർക്ക് ഗെയിം ടൈം ഇല്ല. ISL-ലോ I-ലീഗിലായാലോ നമ്മുടെ കളിക്കാർക്ക് ടൈം കിട്ടുന്നില്ല കളിക്കാൻ. അപ്പം പിന്നെ അവരെങ്ങനെ തിളങ്ങാനാണ്? ഇപ്പം ടീംസ് ഇല്ലാതെ ഒരു കളിക്കാരനും വളരാൻ പോകുന്നില്ല. അപ്പം ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഒരു 6 ടീം വന്നത് കാരണം അനേക കളിക്കാർക്ക്, അത് under-23 ആയാലും അതിൽ താഴെയുള്ളവരായാലും, അവർക്ക് എൻ്റെ ടാർഗറ്റ് ഇതാന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി. പണ്ടൊന്നുമില്ല, ഞാൻ എവിടെ പോയി കളിക്കാനാ, ടീമൊന്നുമില്ല കളിക്കാൻ. അപ്പം അതാണ് ഒരു വലിയൊരു മാറ്റം. അത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ശരിക്കും നമ്മുടെ യൂത്തിന് ഇപ്പോൾ ഒരു പാത്വേ ഉണ്ട്. ഇതാണ് എൻ്റെ ഗോൾ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതാണ്, ഈ പാത്വേ കൂടി പോയാൽ എനിക്ക് ഭാവിയിൽ ISL, I-ലീഗ് അല്ലെങ്കിൽ ഇന്ത്യ, അങ്ങനെയൊക്കെ എനിക്ക് ആ ഒരു ആശ എന്താ പറയുക, ഒരു റിയാലിറ്റി ആക്കി മാറ്റാൻ പറ്റും. ഇതിനൊരു കോംപ്ലിമെന്റ് ചെയ്തോട്ടെ. അതായത് ഇപ്പം ഈ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നലെ രാത്രി വന്ന മെസ്സേജാണ്. ഇപ്പം മലപ്പുറത്തെ ആ വിഷ്വലിനെ കുറിച്ച് പറഞ്ഞു. ആ വിഷ്വൽ വിത്ത് ഈ പറയുന്ന നമ്മൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ സാധനങ്ങളന്ന് കമൻട്രി പോയതാണ്. ഇത് ന്യൂകാമ്പ് അല്ല, ഇത് മറ്റേ സാന്തിയാഗോ ബെർണാബു അല്ല, ഇത് എമിറേറ്റ്സ് അല്ല, ഇത് എത്തിഹാദ് അല്ല, ഇത് ഓൾഡ് ട്രാഫോർഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞ കളി നല്ല വൈബായിരുന്നു. തൃശ്ശൂരിൻ്റെ മാച്ചിനും തൃശ്ശൂരിൻ്റെ സാധനം ഇങ്ങനെ ഒന്ന് പറയുമോ ഷൈജു ഏട്ടാന്ന് ചോദിച്ചൊരു മെസ്സേജ്, ഒരു റിക്വസ്റ്റ്. ഇപ്പം ഇത് പറയണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒരു കളിക്കാരന് കളിച്ച് വളരണമെങ്കിൽ
അവൻ ആ ഓപ്പർച്യൂണിറ്റി കിട്ടണം, ആ ഇക്കോ സിസ്റ്റം അവിടെ ഉണ്ടാവണം. വിത്തൗട്ട് ദാറ്റ് ഇക്കോ സിസ്റ്റം നോബഡി ക്യാൻ ഗ്രോ. ഇതേപോലെയാണ് ഷൈജു ദാമോദരൻ്റെ മുന്നിൽ പറയാനൊരു മൈക്കും, പറയാനൊരു കളിയും, പറയാനൊരു ഗ്രൗണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഈവൻ ഷൈജു ദാമോദരൻ കാൺ സ്പീക്ക്. എനിക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എവറിബഡി, ഈവൻ ഫ്രം ദ റൈറ്റ്, ഫ്രം ദ കമൻട്രി ബോക്സ്, ഫ്രം ദ ഓൺ ദ ഗ്രൗണ്ട് പ്ലേയേഴ്സ്, എവറിബഡി വാസ് വർക്കിംഗ് വിത്ത് SLK. എല്ലാവർക്കും ഈ ഇക്കോ സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാവേണ്ടതും നിലനിൽക്കേണ്ടതും വളരേണ്ടതും. നമ്മൾ ഇപ്പോൾ ദിലീപ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഈ മുന്നേറ്റ നിരയിൽ നമ്മുടെ താരങ്ങൾ, ഗോൾ അടിക്കുന്ന താരങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവസരം കിട്ടുന്നില്ല. പക്ഷേ ഷൈജോട്ടാ, അജ്സലിനെ റാഞ്ചും അല്ലേ, അജ്സൽ ഒരു ഞാൻ ഈ സിനാൻ കഴിഞ്ഞ അജ്സൽ ഞാൻ പറയാനുള്ളൊരു കാരണം അതാണ്. കാരണം കൃത്യമായി ഫിനിഷ് ചെയ്യാൻ കാലിക്കറ്റിന് എനിക്ക് തോന്നുന്നു സബ് ഇറങ്ങി അതിനുശേഷമാണ് പിന്നീട് ഒരു മുഴുവൻ സമയത്ത് ഇറങ്ങുന്നത്. ആ ഒരു ഹാട്രിക്ക് ഗോളിനും ചെയ്തു. ഈ മഹേഷ് റാഞ്ചും എന്ന സംഗതിയോട് എനിക്ക് മഹേഷിനോടുള്ള ആ പോയിന്റ് കറക്റ്റാണ്. ആ പോയിന്റിനോട് യോജിച്ചുകൊണ്ട് ഞാൻ വിയോജിച്ചോട്ടെ. ബിക്കോസ് ഈസ് ഓൾറെഡി പ്ലേഡ് ഫോർ ഇന്റർകാശി. ഐ തിങ്ക് ഐ ലീഗിൽ ഇന്റർകാശിക്ക് ഗോൾ അടിച്ചു വന്ന പ്ലെയറാണ്. ഇത് 3 ഗോളോ മറ്റോ അച്ഛൽ കഴിഞ്ഞ സീസൺ ഐ ലീഗിൽ അടിച്ചിട്ടുണ്ട്. സോ ഹീ സ്കോർഡ് ഓൾറെഡി 3 ഐ ലീഗ് ഗോൾസ് ഇൻ ലാസ്റ്റ് സീസൺ. എന്നിട്ടാണ് SLKയിൽ വന്ന് 4 ഗോൾ അടിച്ചത്. പക്ഷേ റാഞ്ചും എന്നുള്ള പ്രയോഗം കറക്റ്റാണ്. ബിക്കോസ് ഐ ലീഗിന്റെ മുകളിൽ ഇന്ത്യയിൽ ISL ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റിന്റെ അർഷഫിനെ SLK കഴിഞ്ഞ് നേരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൊണ്ടുപോയി. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ റാഞ്ചും എന്നുള്ള മഹേഷിന്റെ പ്രയോഗം തീർച്ചയായിട്ടും അച്ഛലിനെ സംബന്ധിച്ച് പ്രസക്തമാണ്. ഗോൾ അടിക്കാൻ നമ്മുടെ കൂടെ ആളുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ ജിതിൻ പ്രകാശ്, എന്തൊരു സ്റ്റൈലൻ കളിയാണെന്ന് സാറേ. ജിതിൻ പ്രകാശിനെ നമ്മൾ ഈ മലപ്പുറത്ത് മഴയും വേഗവും ജിതിൻ്റെ ഓട്ടവും ആളുകളുടെ കയ്യടിയും വളരെ പോസിറ്റീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ്. SLKയിലുള്ള ഇന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് വിങ് ബാക്സ് ആണ് ജിതിൻ. അല്ല, കളിക്കാർക്ക് കാണാൻ 30,000 ആൾക്കാരുള്ളപ്പോൾ അവർക്കും ഒരു എനർജിയാണ് ശരിക്കും. മറ്റേത് ഞാൻ ഒരിക്കൽ ഇവിടെ 17 കൊല്ലം മുമ്പായിട്ട് വീവ കേരള എന്ന് പറഞ്ഞ ടീമിൻ്റെ കളിയാണ്. 200 ആളാണ് കളിക്കാർ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ കാര്യം വരെ നമുക്ക് ഗാലറിയിൽ നിന്ന് കേൾക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഒരു കളിക്കാരന് ഒരു ഇൻസ്പിറേഷൻ ഇല്ല കളിക്കാൻ. മറ്റേത് ഇപ്പം 30,000 ആൾക്കാർ കൂക്കുമ്പോൾ നമുക്ക് തന്നെ ഗാലറിയിലുള്ള എനിക്ക് വരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ആ കളിക്കാരൻ്റെ സ്ഥിതി എന്തായിരിക്കും നിങ്ങൾക്ക് ആലോചിക്കാനേ ഉള്ളൂ ശരിക്കും. തീർച്ചയായിട്ടും ഇത് മാനുഷികമായൊരു സംഗതിയാണ്. ഇത് ഫുട്ബോളിൽ മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിലെ ഏത് മേഖല എടുത്ത് നോക്കിക്കോ, നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു അഡ്രിനാലിൻ റഷ് വരണമെങ്കിൽ യു ഹാവ് ടു ഫീൽ ദറ്റ് അറ്റ്മോസ്ഫിയർ, ദാറ്റ് പീപ്പിൾ ആർ വാച്ചിങ് മീ, പീപ്പിൾ ആർ ലിസണിങ് ടു മീ. അതേസമയം ലൈക്ക് യു സെഡ് ഒരു 200 പേരെ കാണാനുള്ളൂ, 20 പേരെ കേൾക്കുന്നുള്ളൂ. ആർക്കും ഇൻട്രസ്റ്റ്, താല്പര്യം പോയില്ല. അതേസമയം ഇഫ് 30,000 പീപ്പിൾ സിറ്റിംഗ് അറൗണ്ട് മീ ആൻഡ് വാച്ചിങ് മീ പ്ലേയിങ്, ആ ആവേശം അതാണ്. എപ്പാർട്ട് ഫ്രം അത് ഇങ്ങനെ പറയുമ്പോൾ എപ്പാർട്ട് ഫ്രം ദ മണി വിച്ച് ഐ എം ഗെറ്റിംഗ്, ഈ കളിച്ച് കിട്ടുന്ന വരുമാനത്തെക്കാളും സൗകര്യത്തെക്കാളും ഉപരി ഐ നീഡ് ടു പ്ലേ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ക്രേസി ക്രൗഡ്. ഇത് തന്നെയാണ് പ്രീമിയർ ലീഗിലും ആപ്ലിക്കബിൾ. എന്തുകൊണ്ട് കളി മനോഹരമാവുന്നെന്ന് ചോദിച്ചാൽ, ഇത് കളി കാണാൻ ആൾ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ കൈ അടിക്കുമ്പോൾ കളി ഓട്ടോമാറ്റിക്കലി വരും. യെസ്, ഓക്കെ. അപ്പം നമ്മൾ പുതിയ താരങ്ങളെ കുറിച്ച് പറയുമ്പോഴും ചില താരങ്ങളുടെ തിരിച്ചു വരവും കൂടി സാറ് കോഴിക്കോട് വന്ന് കണ്ടിട്ടുണ്ടല്ലോ. പ്രശാന്ത് മോഹൻ, ഞാൻ പറയുന്നു പ്രശാന്തിന്റെ 2.0 ആണ്. പ്രശാന്ത് മോഹൻ 2.0 ആണ്. ഇതിൽ പല കളിക്കാരും ഇപ്പം ലെനി റോഡ്രിഗസിന്റെ കാര്യം പറഞ്ഞു, ഇവരൊക്കെ വേറെ തന്നെ ഒരു ലെവലിൽ കളിച്ചിട്ടുള്ളതാണ് പണ്ട്. അത് ആ അനുഭവം നമ്മുടെ ചെറുപ്പക്കാർക്കും കിട്ടും. ഇവരുടെ കൂടെ ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനത്തെ ലീഗിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ISL തുടങ്ങിയ കാലത്ത് അനൽക്ക, ഡെൽപിയർ ഇവരൊക്കെ വന്നത് അവരുടെ നല്ല കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പ്രസക്തി ഇല്ല. അവരുടെ കളിയല്ല പ്രാധാന്യം, അവർ ഡ്രസ്സിംഗ് റൂമിൽ നമ്മുടെ കളിക്കാർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ ഒരു ഡേവിഡ് ജെയിംസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഡെൽപിയറോൻ്റെ കൂടെ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഒരു മാനസികമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അവരെങ്ങനെ റിലാക്സ് ചെയ്യണം ഒരു കളിക്ക് മുമ്പ്, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കളി നിങ്ങൾക്ക് യൂട്യൂബിലും പോയി കാണാം, പക്ഷേ ഈ ഡ്രസ്സിംഗ് റൂമിൽ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ശരിക്കും ഫുട്ബോൾ മൈതാനത്തേക്കുള്ള ഒരു ക്ലാസ് ആണ് ശരിക്കും അതെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോൾ ഒരു റോയ് കൃഷ്ണ അന്താരാഷ്ട്ര ലെവലിൽ കളിച്ച കളിക്കാരനാണ്, ISL കളിച്ച കളിക്കാരനാണ്, ഏഷ്യയിലത്തെ ടോപ്പ് ലീഗ്സിൽ കളിച്ച കളിക്കാരനാണ്. അപ്പം ഇങ്ങനത്തെ ഒരു കളിക്കാരൻ എങ്ങനെ ഒരു കളിക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എങ്ങനെ വാം ഡൗൺ ചെയ്യുന്നു, ഇതൊക്കെ പ്രധാനമാണ്.
ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾ കുറെ കൂടി ഒരു നല്ല കളിക്കാരനാവും. അതിന് കൂടുതൽ അത് ഉഗ്രം പോയിന്റാണ് നമ്മുടെ കുട്ടികൾ എന്ത് നമ്മുടെ പ്ലേയേഴ്സിന് എന്ത് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സാധാരണ കേരളത്തിലെ മലയാളി കുട്ടികൾ ഈസ് ഷെയറിങ് ദ ഡ്രസ്സിംഗ് റൂം വിത്ത് ദീസ് കൈൻഡ് ഓഫ് ലെജൻഡ്സ്. ലൈക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പേരുകളിൽ അദ്ദേഹം ഒരു പക്ഷേ ഈ പറഞ്ഞപ്പോൾ വിട്ടുപോയതായിരിക്കാം. സീക്കോ FC ഗോവയുടെ കോച്ചായിരുന്നു. റോബർട്ടോ കാർലോസ് ISL ആൻഡ് റോബർട്ട് പിറേസ്, ഇവരൊക്കെ ഫ്രെഡി ലുംബർഗ്, ഇവരെല്ലാം ഫസ്റ്റ് സീസണിൽ ആൻഡ് ഡിഗോ ഫോർലാൻഡ് പ്ലേഡ് ഫോർ മുംബൈ, ഇവരൊക്കെ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടാണ് ഡിഗോ ഫോർലാൻഡ് ഫിഫ വേൾഡ് കപ്പിലെ. സോ അത് നമ്മുടെ പിള്ളേർക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. അവർ ഐ എം സിറ്റിംഗ് വിത്ത് ഡിഗോ ഫോർലാൻഡ് ആൻഡ് സീക്കോ കോച്ചിങ് മീ, അവൻ അറിയാതെ കളിക്കും. അതാ ആ ഒരു ഇക്കോ സിസ്റ്റം കൊണ്ട് ഒരു മാറ്റം കണ്ടില്ലേ? അതാണ്. യെസ്. അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ എക്കോസിസ്റ്റം മൊത്തത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടത്. പക്ഷേ സൂപ്പർ ലീഗ് തരുന്ന ഞാനൊരു ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ജപ്പാന്റെ കാര്യം, ഇപ്പൊ ഏഷ്യൻ ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ ടീം ജപ്പാൻ. ആദ്യത്തെ ലോകകപ്പ് അവർ കളിക്കുമ്പോൾ 26 കളിക്കാരും ജപ്പാൻ ബേസ്ഡ് ആയിരുന്നു, നെക്കാട്ട അടക്കം. ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പ് ഖത്തറില് അപ്പൊ 22 കളിക്കാരായിരുന്നു സ്ക്വാഡിൽ, 22 പേരും ജപ്പാൻ ബേസ്ഡ് ആയിരുന്നു. കഴിഞ്ഞ തവണ 26 കളിക്കാരിൽ 19 പേര് യൂറോപ്പിൽ കളിക്കുക. ആ 24 കൊല്ലത്തിൽ വന്ന മാറ്റാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അവരുടെ ഫുട്ബോളിന്റെ സ്റ്റാൻഡേർഡ് നിലവാരം അത്രയും കൂടി 24 കൊല്ലത്തിൽ. എന്തുകൊണ്ട്? അവിടെ സീക്കോ, ആർസൻ വെങ്കർ, ഗാരി ലിനിക്കർ ഇവരൊക്കെ ജെ ലീഗിൽ പോയി ഒന്നുമില്ലെങ്കിൽ കളിച്ചു അല്ലെങ്കിൽ കോച്ച് ചെയ്തു. അവിടുന്ന് ഈ കളിക്കാരൊക്കെ പഠിച്ചു. ഇപ്പൊ ജപ്പാന്റെ ഇത് ശൈലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടെക്നിക്കൽ ആയിട്ടുള്ളൊരു ടീമാണ്, ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. ജർമ്മനിയെ 4-1 പൊട്ടിച്ചു 2 കൊല്ലം മുമ്പ്. അപ്പൊ അത്രയും നല്ല ടീമായത് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം അവര് 100 കൊല്ലത്തേക്കാണ് പ്ലാൻ ചെയ്തത്. അതെ, വിഷൻ. അപ്പൊ ഇപ്പൊ കാലിക്കറ്റ് FC കാര്യം പറഞ്ഞ ഒരു വിഷൻ വേണം. ഇപ്പൊ നമ്മൾ ഈ കൊല്ലം സൂപ്പർ ലീഗ് കേരള ജയിക്കാൻ വേണ്ടി മാത്രമല്ല, 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ എവിടെയായിരിക്കും, 20 കൊല്ലം കഴിഞ്ഞ് എവിടെയായിരിക്കും, ഇതൊക്കെ കാണണം. ഓക്കെ ഷൈജോട്ടാ, നമുക്കറിയാം സൂപ്പർ ലീഗ് പോലെ കേരളത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടത്തിയാൽ അത് സക്സസ് ആകുമ്പോൾ സെവൻസ് ഒക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയ കുറച്ച് ആളുകളുണ്ട് ഇതിൻ്റെ തലപ്പത്തുള്ള. കാരണം ശ്രീ ഫിറോസ് മീരാനാണെങ്കിലും നവാസ് മീരാണെങ്കിലും മാത്യു ജോസഫ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ടീമാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു 10-20 പേരുടെ നമ്മൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അത് സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടിട്ടും നമ്മൾ ഇതിനു വേണ്ടി അങ്ങ് ഇറങ്ങണമെന്ന് ഉറച്ച് തീരുമാനിച്ചവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയം കൂടിയാണ് സൂപ്പർ ലീഗിൻ്റെ ഇപ്പോൾ കാണുന്ന ഗാലറിയിൽ കാണുന്ന ആൾക്കൂട്ടവും കളിക്കാരുടെ പ്രകടനങ്ങളും എല്ലാം. തീർച്ചയായിട്ടും അതിൽ മഹേഷ് പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ്. മഹേഷ് പറഞ്ഞു വെച്ച പോയിന്റാണ് അതിൽ ഏറ്റവും. ലോകത്ത് ഒരാളും, ഒരു സംഘടനയും, ഒരു വ്യക്തിയും, ഒരു സമൂഹവും ഇത് ക്ലിക്കാവോ ഇല്ലയോ, അല്ലെങ്കിൽ നഷ്ടം വരുമോ ഇല്ലയോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു 50-50 മൈൻഡ് സെറ്റിൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടില്ല. അവിടെ ധൈര്യപൂർവ്വം കേരളം എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ വലിയൊരു മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ ഫുട്ബോളിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു പ്ലാനിങ്, ഒരു സമീപനം, അതിൻ്റെ ആ ഒരു സംഗതിക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സമീപനത്തിനും അവരുടെ അപ്രോച്ചിനും തീർച്ചയായിട്ടും എത്ര കയ്യടി കൊടുത്താലും മതിയാവില്ല. അതാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു വെച്ചു. ഓൾ ദ എന്താ പറയുക കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ എല്ലാവരും, റൈറ്റ് ഫ്രം ദ പ്രസിഡന്റ് to each and every one of Kerala Football Association and of course right from the chairman, right from the CEO of Super League Kerala, എല്ലാവരും ഇതിനു വേണ്ടി അവരുടെ കോൺസെപ്റ്റ്, അതിനുവേണ്ടി അവരെടുക്കുന്ന എഫർട്ട്, പ്രയത്നം, അതെല്ലാം കേരള ഫുട്ബോളിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്, നല്ലൊരു നന്മയ്ക്ക് വേണ്ടിയാണ്. ഡിപ്പെൻസ് ആ ഒരു റിസ്ക് ഫാക്ടർ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇതൊരു ഞാണിന്മേൽ കളിയാണ് എന്ന് അറിയാവുന്നത് കൊണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിനാണ് നമ്മൾ അതിൻ്റെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്. കേരളത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമിയും അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്. നമുക്ക് വേണ്ടി നല്ല ഫുട്ബോൾ, നല്ല മാച്ചസ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ നഗരങ്ങളിലും നല്ല നല്ല സ്റ്റേഡിയങ്ങളിൽ നല്ല നല്ല വൈകുന്നേരങ്ങളിൽ നല്ല പന്തുകളി നടക്കുന്നു. നമ്മൾ മലബാർ ഭാഷ പറഞ്ഞാൽ പന്തളി കാണാൻ പോകാന്നേ, വൈകുന്നേരം ആയാലും ഈ പന്തളി കാണാൻ പോകാന്ന് വെച്ചാൽ SLK കാണാൻ പോകാന്നേ എന്നല്ലേ പറയേണ്ടത്. ആ ഒരു പറച്ചിലേക്ക്, ആ ഒരു ഉത്സവ, മലയാളിക്ക് ഫുട്ബോൾ എന്ന് വെച്ചാൽ ഫെസ്റ്റിവലാണ്. ആ ഒരു ത്രൂ ഔട്ട് നല്ല ഒരു ഫുൾ ഫ്ലെഡ്ജ് സീസൺ ഫുട്ബോൾ ഉത്സവത്തിലേക്ക് മലയാളിയെ വീണ്ടും മടക്കി കൊണ്ടുവരികയും കേരളത്തിൽ ഇതേപോലെ എവിടെയാണ് കളിക്കാൻ മൈതാനം, പന്തളിക്കാൻ ടൂർണമെൻ്റ് എവിടെയോ എന്ന് ചോദിച്ച മലയാളി
കളി കുട്ടികൾക്ക് ഇതാ ഒരു ഉഗ്രൻ പ്രൊഫഷണൽ ടൂർണമെൻറ്റ്, നിങ്ങൾ കളിക്കും മക്കളെ, കളിച്ച് കഴിവ് തെളിയിക്കുക, എന്നിട്ട് കയറിപ്പോ ഇന്ത്യൻ ഫുട്ബോളിലേക്കോ പ്രീമിയർ ലീഗിലേക്കോ എവിടെയെന്ന് വെച്ചാൽ മറക്കരുത്, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയേക്കാൾ താഴെയായിരുന്നു ഫിഫ റാങ്കിങ്ങിൽ. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ പ്ലെയറാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വൺ ഓഫ് ദ സെൻറ്റർ ബാക്സ്. അയാൾ പ്രീമിയർ ലീഗ് കളിക്കുന്ന ആദ്യത്തെ ഉസ്ബെക് പ്ലെയറായി മാറി ഈ സീസണിൽ. സോ എന്തും മനുഷ്യന് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇന്ത്യക്ക് കേരളത്തിൽ നിന്ന് ഒരു പ്രീമിയർ ലീഗ് പ്ലെയർ വരും. അത് പക്ഷേ ആ പ്രീമിയർ ലീഗ് വരുന്നത് കാണാൻ ഞാനോ നിങ്ങളോ ചിലപ്പോൾ ജീവനോടെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ വരും. അതിനുള്ള തുടക്കമാണ് സൂപ്പർ ലീഗ് കേരള പോലെയുള്ള ഇത്തരം സംരംഭങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. യെസ്, ഓക്കെ. ഒറ്റ കാര്യം കൂടി അവസാനമായിട്ട്, ദിലീപ് സാറിന് എന്താണ് തോന്നുന്നത്? സൂപ്പർ ലീഗ് കേരള, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നിൽ വലിയ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോവുകയാണ്. ISL താരങ്ങൾ അവർക്ക് മത്സരമില്ലാത്തൊരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സൂപ്പർ ലീഗ് കേരള പോലത്തെ ലീഗ്സിന് ഏറ്റവും പ്രാധാന്യം വരുന്നത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഇദ്ദേഹം EPLൻ്റെ കാര്യം പറഞ്ഞു, അത് ഒരു ആസ്നലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ സിറ്റിയോ ലിവർപൂളോ അല്ല, അതിൻ്റെ താഴെ 9 ഡിവിഷനുണ്ട്. ഒരു പിരമിഡാണ് അത് ശരിക്കും. ആ പിരമിഡിൻ്റെ താഴത്തെ ലെവലാണ് ഏറ്റവും പ്രാധാന്യം. ആ കളിക്കാരില്ലാതെ മുകളിൽ ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും നമ്മൾ സഫർ ചെയ്യാനൊരു കാരണം ആ ഒരു താഴത്തെ ബേസ് പോയി. നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു കേരള പോലീസോ പ്രീമിയർ ടയർസോ ടൈറ്റാനിയം ഈ ടീമുകളൊന്നും ഇല്ലാതെയായി. കളിക്കാർക്ക് കളിക്കാൻ ടീമില്ലാതെയായി. അപ്പം ഇപ്പം പ്രത്യേകിച്ചും ഈ സൂപ്പർ ലീഗ് കേരള പോലെ 4-5 ലീഗുകളും കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അടിത്തറ ഒന്നും കൂടി ശക്തമാവും. പിന്നെ തീർച്ചയായിട്ടും ആ പ്രോഗ്രസ് നമുക്ക് നാഷണൽ ലീഗിലും നാഷണൽ ടീമിലും ഒക്കെ കാണാൻ പറ്റും. യെസ്, അതാണ്. മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാം? തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരേ സമയത്ത് നമ്മുടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്ന് പറയുന്നത് പോപ്പുലേഷൻ. ഹ്യൂജ് പോപ്പുലസ് കൺട്രിയാണ് നമ്മുടെ, 150 കോടി ജനങ്ങളാണ്. അപ്പം ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കാറ്റർ ചെയ്യണമെങ്കിൽ ലൈക്ക് ഹി സെഡ് വി ഷുഡ് ഹാവ് ഇതേപോലെയുള്ള SLK ലൈക്സ് ലീഗ്സ്. ഈ പറയുന്ന ലീഗ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അതേപോലെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബംഗാൾ ഓഫ് കോഴ്സ് കൽക്കട്ട മറക്കുന്നില്ല, മിസോറമിലും നല്ല മിസോ പ്രീമിയർ ലീഗ് തന്നെ. ഇപ്പം മിസോറമും ഒരു പരിധി വരെ ഗോവയും ബംഗാളും കേരളവും ഒഴിച്ചാൽ പിന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഇതൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് ഈ ഒരു കോൺസെപ്റ്റ്, അതിനൊക്കെ ഒരു മണിയടി ഞങ്ങളിവിടെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്, നിങ്ങളിത് കേൾക്കൂ എന്നുള്ള ശബ്ദമാണ് കേരളത്തിൽ നിന്ന് സൂപ്പർ ലീഗ് കേരള ഉണ്ടാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ സൂപ്പർ ലീഗ് കേരളയുടെ കളികൾ, ഈ കളിയുടെ ചുറ്റുള്ള റീൽസും ഇതൊക്കെ കൽക്കട്ടയിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. എനിക്കറിയണ ആൾക്കാർ ഇത് എന്തൊരു അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ 40 കൊല്ലം മുമ്പ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ കളിക്കുമ്പോൾ കണ്ടിരുന്ന അന്തരീക്ഷമാണ് ഇപ്പൊ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് സന്ദേശ് ഇങ്ങനെ അഭിമുഖത്തിന് വേണ്ടി സംസാരിച്ചു. സന്ദേശ് ഞാനും ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഓഫ് ദ റെക്കോർഡ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേ അവരെല്ലാം പറയുന്നത് സൂപ്പർ ലീഗ് അവർ വളരെ ക്ലോസിൽ, ഞാൻ കളി കാണാൻ വരുന്നും പറഞ്ഞു കേട്ടോ അദ്ദേഹം. സഹൽ അബ്ദുൽ സമദ്, കളിക്കാർക്ക് എന്താ വേണ്ട? കാണികൾ വേണം. അവർക്ക് അതാണ് വേണ്ടത്. പൈസ തീർച്ചയായിട്ടും പ്രധാനമാണ്, ഒരു കളിക്കാരന് എന്ത് വരുമാനം കിട്ടണം. പക്ഷെ അവർക്ക് ഈ 30,000-ന്റെ മുമ്പിൽ നിന്ന് കളിക്കണം. അതാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ യാത്ര ഞങ്ങൾ തുടരും കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, വൈകിട്ടാകുമ്പോൾ കോഴിക്കോട്ടോ മലപ്പുറത്തോ തൃശ്ശൂരോ വെറുതെ കയ്യും കെട്ടി പോയിരുന്ന് കളി കാണുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഓരോ ആരാധകനും ആൾക്കൂട്ടമായി കൂടിച്ചേരുന്ന നിമിഷം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്, കേരള ഫുട്ബോളിന് മുന്നോട്ട് പോകാനുള്ള ഊർജം കൊടുക്കൽ കൂടിയാണ്. അത് തുടരുക, സൂപ്പർ ലീഗിനൊപ്പം ഉണ്ടാവുക, ഫുട്ബോൾ ജയിക്കട്ടെ എന്ന്, അതിലല്ലേ നമ്മുടെ ശ്വാസം ഇരിക്കുന്നത്. യെസ്, താങ്ക് യു. അപ്പോൾ ഇന്ന് തൽക്കാലം ഇവിടെ പറയുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.